രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം ജെന്യുവിനാണ്. അത് എല്ലാ കാലവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാസ്മിന്റെ സ്വന്തം നാടായ കൊല്ലത്ത് ആരാധകരുടെ ജബ്രികൾ ഒരുമിച്ചെത്തിയിരിക്കുകയാണ്. ഹേറ്റേഴ്സിനുള്ള മറുപടിയാണോ എന്ന ചോദ്യത്തിന് ഒരാൾക്കും മറുപടിയായിട്ടല്ല നിൽക്കുന്നത്. നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഫീലിങ്സും ഇമോഷൻസും ഒക്കെ സത്യസന്ധമായിരുന്നു. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. ആരെയും കാണിക്കാൻ വേണ്ടിയോ ആരെങ്കിലും കാണിച്ചത് മാറ്റി ചെയ്യിക്കാൻ വേണ്ടിയോ ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ മാറ്റാൻ വേണ്ടിയോ ഒന്നുമല്ല. ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു ഹൗസിനകത്തും. അത് നിങ്ങളിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്നറിയില്ല എന്നാണ് ഗബ്രി പറഞ്ഞത്. ഞാനും എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ല. കൂടുതലും കണ്ടത് നെഗറ്റീവാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ വീടിനകത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. ഇണക്കങ്ങളും പിണക്കങ്ങളും ഒരു മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളും ഉണ്ടായിരുന്നു. ആരോടുമുള്ള മറുപടിയല്ല. മറുപടി നൽകാനൊന്നും ആളല്ല ഞാൻ എന്നും ഗബ്രി പറയുന്നുണ്ട്. പിന്നാലെ ഇതേ മറുപടി തന്നെ ജാസ്മിനും നൽകി. ആരോടുമുള്ള മറുപടിയോ ആളുകൾ ഇങ്ങനെ പറയണം എന്നു കരുതിയോ അല്ല. ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം സത്യസന്ധമാണ്. അത് എല്ലാ കാലവും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത്രയേ ഉള്ളൂ എന്നാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ ഗബ്രി കോംബോയാണ് ഇപ്പോൾ ഉദ്ഘാടന വേദികൾ കൈയടക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇരുവരും പാലക്കാട് നടത്തിയ ഉദ്ഘാടനവും ഗംഭീര വിജയമായിരുന്നു. സ്വന്തം നാടായ കൊല്ലത്ത് തന്നെ ഉദ്ഘാടനത്തിനെത്താൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ് ജാസ്മിൻ. പുതിയ പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുകയാണ് ഗബ്രി. ജാസ്മിനും ഗബ്രിയും കൂടെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങളെ രണ്ടുപേരെയും വെച്ച് ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹവുമായി ആരെങ്കിലും വന്നാൽ തീർച്ചയായും അത് ചെയ്യുമെന്നാണ് ഗബ്രി പറയുന്നത്. എന്തായാലും തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഇപ്പോൾ രണ്ടുപേരും വളരെയധികം ഹാപ്പിയാണ്. ഹൗസിൽ നിന്നും ഇറങ്ങിയപ്പോഴുള്ള നെഗറ്റീവ് എല്ലാം മാറി ഇത്രയധികം പോസിറ്റീവ് സപ്പോർട്ട് കിട്ടുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് രണ്ടുപേരും പറയുന്നത്.